ഹായ് ഓൾ. നമ്മുടെ ക്യുവറ്റിൻ്റെ എക്സാംസൊക്കെ അടുത്ത് വരികയാണ്. വരുന്ന മെയിലാണ് എക്സാം അനൗൺസ് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം. അപ്പം ക്യുവറ്റ് എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ക്യുവറ്റിനെ കുറിച്ച് അറിയാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ താഴോട്ട് വീഡിയോസ് സ്ക്രോൾ ചെയ്ത് നോക്കുക. ക്യുവറ്റിനെ കുറിച്ചുള്ള ആർക്കൊക്കെ എഴുതാം, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ക്യുവറ്റിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സിനെ പരിചയപ്പെടലാണ് നമ്മുടെ ഇനിയുള്ള അടുത്ത നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളിനി അക്കാഡമിക്സിലൊക്കെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡു ഫോളോ ദിസ് സ്പേസ് ഫോർ മോർ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ എന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് അനന്തു എന്നാണ്. നമ്മുടെ സൈലത്തിൻ്റെ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റിയാണ്. അപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യുവറ്റിലെ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഉറപ്പായിട്ടും സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പേരും നോക്കുന്നത് ചിലപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഡിഗ്രി UG കോഴ്സായിരിക്കും, ചിലപ്പോൾ ഇൻ്റഗ്രേറ്റഡ് MS കോഴ്സുകളായിരിക്കും. അപ്പം നിങ്ങൾക്കറിയാം, അപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുമ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഹോണേഴ്സ് ഇൻ ഫിസിക്സ് ചെയ്യാനോ മാത്സ് ചെയ്യാനോ കെമിസ്ട്രി ചെയ്യാനോ ഒക്കെ നോക്കുവാണെങ്കിലും സയൻസിൽ ഇപ്പോൾ ഒപ്റ്റോമെട്രി പോലുള്ള അതുപോലെ അങ്ങനെ വെറൈറ്റി ഓഫ് ഒരുപാട് കോഴ്സുകൾ ശരിക്കും നമ്മുടെ ക്യുവറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ ഉള്ള ഒരു കോമൺ സബ്ജക്റ്റാണ് ശരിക്കും ഫിസിക്സ് എന്ന് പറയുന്നത്. ഇവൻ നിങ്ങൾ അഗ്രികൾച്ചറൊക്കെ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റ് ഡൊമൈൻ പേപ്പറായിട്ട് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശരിക്കും ഫിസിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും അതേപോലെ തന്നെയാണ്. അപ്പം ഈ ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫിസിക്സ് നിങ്ങളൊരു ഡൊമൈൻ പേപ്പറായി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട, എപ്പോഴും ക്യുവറ്റിനെ കുറിച്ച് നിങ്ങൾ ക്യുവറ്റ് എന്ന് പറഞ്ഞ എക്സാം എഴുതുമ്പം നിങ്ങൾ ആദ്യമേ കുറച്ച് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലോ ഏതെങ്കിലും ഒരു കോഴ്സാണ് നോക്കുന്നതെങ്കിൽ ഏത് കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് താല്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ QUET.samarth.ac.in എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്ന് നോക്കുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ക്യുവറ്റുമായി അസോസിയേറ്റ് ചെയ്തുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ജാമിയ മിലിയാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ജാമിയ മിലിയൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ജാമിയ മിലിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി എനിക്ക് അവിടെ കിട്ടും. ആ യൂണിവേഴ്സിറ്റി ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പം ജാമിയ മിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജാമിയ മിലിയ ക്യുവറ്റ് വഴി എടുക്കുന്ന കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ കോഴ്സുകളിൽ തന്നെ നിങ്ങൾ എടുക്കേണ്ട ഡൊമൈൻ പേപ്പറുകളുടെ ലിസ്റ്റും അവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc ഹോണേഴ്സ് ഇൻ ഫിസിക്സ് ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ എക്സാം ഡൊമൈൻ പേപ്പറിൽ എഴുതണം. അപ്പം ഫിസിക്സിനെ കുറിച്ച് എന്തൊക്കെയാണ് ക്യുവറ്റിൽ നമ്മൾ ഫിസിക്സിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫിസിക്സിന് 50 ചോദ്യങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ 50 ചോദ്യങ്ങൾ നിർബന്ധമല്ല, 40 ചോദ്യങ്ങളാണ് ശരിക്കും നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ചോദിക്കും ഏതാണ് നിങ്ങളുടെ ടോപ്പിക് എന്നുള്ളതാണ്. ക്ലാസ് 12 ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ +2 പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് തന്നെ നോക്കിയാൽ ക്ലാസ് 12 ദാറ്റ് ഈസ് +2 ടോപ്പിക്കുകളാണ് ശരിക്കും ക്യുവറ്റ് എക്സാമിന് ഫിസിക്സിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ +2 ടോപ്പിക്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമുക്കറിയാം ക്യുവറ്റ് നടത്തുന്നത് പല ഷിഫ്റ്റുകളിലായിട്ടാണ്. അപ്പം ഏകദേശം ഒരു വർഷം തന്നെ 6ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, 6 ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ 6ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഷിഫ്റ്റിൽ നിന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഒരു വർഷം കിട്ടും. അങ്ങനെ മൊത്തം ഒരു 12ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ക പ്രോപ്പറായിട്ട് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, പക്ക NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും ഫിസിക്സിന് ചോദിക്കുക. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും പ്രോപ്പറായിട്ടുള്ള NCERT ബേസിലുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ പോലെ 5 മാർക്ക് ആണ് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ കിട്ടാൻ പോകുന്നത്. അതിനുശേഷം നെഗറ്റീവ് ആണെങ്കിൽ -1 ആയിരിക്കും. അങ്ങനെ 50 ചോദ്യങ്ങൾ 40 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഫിസിക്സിന് അത്യാവശ്യം വെയിറ്റേജ് തന്നെയുണ്ട്. നിങ്ങളുടെ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിക്സിൻ്റെ മാർക്കിന് അത്യാവശ്യം പെർസെൻറ്റേജ് സ്കോറുകളൊക്കെ അവർ നോക്കാറുണ്ട്. അപ്പം അതിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, ഇപ്പോൾ പറഞ്ഞ പോലെ +2 എല്ലാ ചാപ്റ്ററുകളും, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്യുവറ്റ് സിലബസ് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം നീറ്റിനും ജെയ്ക്കും കുറച്ച് ഭാഗങ്ങൾ ഫിസിക്സിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററുകൾ റിമൂവ് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. അത് ഈ വർഷം ക്യുവറ്റിനും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണോ നീറ്റിനും ജെയ്ക്കും പോയ സിലബസുകൾ ക്യുവറ്റിനും അങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിലവിലുള്ള ചാപ്റ്റേഴ്സ്, അതായത് ഫിസിക്സിലുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചു പോകും. ഇല്ലാത്ത ചാപ്റ്റർ മാത്രം നമ്മൾ എന്ത് ചെയ്യും, നിലവിൽ ഏറ്റവും അവസാനം ക്യുവറ്റിൻ്റെ സിലബസ് ഉടനെ തന്നെ വരും, ഏതൊക്കെയാണ് 2024 പഠിക്കാനുള്ളതെന്ന്. ആ സമയത്ത് നമ്മളത് കവർ ചെയ്യുന്നതാണ്. അപ്പം നിലവിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്യുവറ്റിൻ്റെ സിലബസ് തന്നെ ഫോളോ ചെയ്തായിരിക്കും പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്സിൻ്റെ പ്രധാനമായി അറിയേണ്ട വിവരങ്ങളെന്ന് പറയുന്നത്.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പക്ക NCERT എന്ന് പറഞ്ഞാൽ NCERTയിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ NCERTയിലെ ഭാഗങ്ങളിൽ നിന്നുള്ള ലൈൻ ബൈ ലൈനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ക്യുവറ്റിൽ ചോദിക്കാറ്. പ്രോബ്ലം ക്വസ്റ്റ്യൻസും ഉണ്ട്, എന്നാലും കൂടുതലായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും പാസേജ് ക്വസ്റ്റ്യൻസ്, ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറയുക, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ CBSE നിങ്ങളുടെ ബോർഡ് എക്സാം എങ്ങനെയാണോ അതിൽ നിന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ MCQs എന്നുള്ള രീതിയിലാണ് സാധാരണ ക്യുവറ്റിൻ്റെ മീഡിയം അല്ലെങ്കിൽ എക്സാം ലെവൽ എന്ന് പറയുന്നത്. എക്സാക്ട്ലി അങ്ങനെ തന്നെ പറയാം. ശരിക്കും ഒരു CBSE ഫിസിക്സ് എക്സാം ബോർഡ് എക്സാം എങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ശരിക്കും നമ്മുടെ ക്യുവറ്റിൻ്റെ ഒരു ഫിസിക്സ് എക്സാമും നടക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ വരുന്ന ചാനലുകളെല്ലാം ഈ ക്യുവറ്റുമായി ബന്ധപ്പെട്ട, അതായത് സിലബസുകളെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ആ സിലബസിലെ സബ്ജക്റ്റുകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷമാണ് എങ്ങനെ പ്രിപ്പറേഷൻസ് തുടങ്ങാമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് മെയിൻലി ഫിസിക്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ, ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകളെക്കുറിച്ച് നമുക്ക് കാണാം, അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഡൊമൈൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ പ്രിഫർ ചെയ്യണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായും പറയുക. അപ്പോൾ നമുക്കറിയാം ശരിക്കും 2 വർഷമേ ആയിട്ടുള്ളൂ ക്യുവറ്റ് നടന്നിട്ട്. അപ്പോൾ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു വിവരമായിരിക്കും ശരിക്കും ക്യുവറ്റ് എന്ന് പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര വാസ്റ്റുമാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു BSc MSc അങ്ങനെയാണ് സാധാരണ ഫിസിക്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പോകാറ്. അതായത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഉണ്ട്, അതിന് ശേഷമാണ് PG ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇൻ്റഗ്രേറ്റഡ് MS കോഴ്സുകളൊക്കെയാണ്. അത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദാറ്റ് ഈസ് PG, ദാറ്റ് ഈസ് UGയും PGയും മാസ്റ്റേഴ്സ് അടക്കം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനും ഇതേപോലെ ഇപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലൊക്കെ ഇതേപോലത്തെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ 4-5 വർഷത്തെ കോഴ്സുകൾ എന്ന് പറയുന്നത്. അവിടെയും നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ അത്യാവശ്യം നിർബന്ധമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെയും ഇതേപോലെ സബ്ജക്ട്സ് ഒക്കെ വേണം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യുവറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട വിദ്യാർത്ഥി ചെയ്യേണ്ട കാര്യം QUET.SUMUP.AC. എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കോളം ഉണ്ട്, അവിടെ കയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുക. സിലബസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, സിലബസിൽ കയറി സിലബസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊക്കെ നെറ്റ് സെർച്ച് ചെയ്തൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഡു ഫോളോ ദിസ് സ്പേസ്. ബാക്കി ഇനിയിപ്പോൾ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്, സീ യു സൂൺ.